നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ തൊഴിൽ രംഗത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? മദർ യൂണിവേഴ്സ്, സാമ്പത്തികമായിട്ട് മുന്നേറ്റം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുമോ? അതിനുവേണ്ടി എന്ത് നടപടിയാണ് നിങ്ങൾ കൈക്കൊള്ളേണ്ടത്? സ്വപ്നഭവനം അല്ലെങ്കിൽ ഡ്രീം പ്രോജക്റ്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സ്വപ്നഭവനമോ ഡ്രീം പ്രോജക്റ്റോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഓക്കെ, പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ്? ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾ, ഒരു പുതിയ തുടക്കം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്നു. സാമ്പത്തിക ഗ്രോത്തിനുള്ള ഒരു സമയമാണ്. നിലവിലുള്ള സാലറിയിൽ വർധനവ്, അതല്ലെങ്കിൽ പുതിയ ഒരു ജോലിയിലേക്കുള്ള പ്രവേശനം 100-110% നിങ്ങളിലേക്ക് വന്നു ചേരും. ശക്തമായിട്ടുള്ള അഫർമേഷൻ നിങ്ങൾ ഏറ്റെടുക്കുക. ഇത് നിങ്ങളുടെ റീഡിംഗ് തന്നെയായി വിശ്വസിക്കുക. ഓക്കെ, എത്രത്തോളം നമ്മൾ അത് അഫർമേഷൻ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് അത് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. സാമ്പത്തികപരമായിട്ടൊരു മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകുമോ? ദ ഡബിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ചില ഭയങ്ങൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. ചില നെഗറ്റീവ് ഊർജ്ജങ്ങൾ, ചില വ്യക്തികളുടെ തടസ്സങ്ങളായിരിക്കാം. ചില വ്യക്തികൾ നമുക്ക് ആവശ്യമില്ലാത്ത വിചാരകർമ്മങ്ങളോ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ഊർജ്ജങ്ങളോ കണ്ണേറോ അങ്ങനെ ദൃഷ്ടിദോഷം പോലെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ ഫയർ എനർജിയെ വർദ്ധിപ്പിക്കുക എന്നാണ് പറയുന്നത്. നമ്മളുടെ ഓറ എത്രത്തോളം പവർഫുൾ ആയിരിക്കുമോ അത്രത്തോളം നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജി നമുക്ക് ചിതറിപ്പിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഭയമല്ല വേണ്ടത്, വിശ്വാസമാണ് വേണ്ടത്. ഒരു അഗ്നി ആയിരിക്കുക. ഒരു അഗ്നിയിലേക്ക് എന്ത് തന്നെ വന്നിരുന്നാലും അത് ദഹിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരും. ഇത് ഫയർ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചില അഡിക്ഷനുകളിൽ ഭയപ്പെട്ട് നിൽക്കുന്നു. ഒരു സാമ്പത്തിക ബാധ്യതയായിരിക്കാം. കടക്കാരിങ്ങനെ വന്ന് നമ്മളെ ശല്യം ചെയ്യുന്നത് നമ്മളെ ഒരുപാട് ഭയപ്പെടുത്തും. നാളെ ചില വ്യക്തികൾക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ട്, അതെല്ലാം നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. പ്രാർത്ഥനകൾ, അമ്പലത്തിലോ പള്ളിയിലോ മറ്റോ പോയിരുന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്താണ്? നമ്മളുടെ വേദനകളും വിഷമങ്ങളും നിരത്തുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും നിങ്ങൾ നിരത്തുന്നു അത്രത്തോളം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ സങ്കടത്തോടു കൂടി നിങ്ങളുടെ വിശ്വാസ സ്ഥലത്ത് നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഭയപ്പെടുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേർന്നതിന് ഗ്രാറ്റിറ്റ്യൂഡ് അയക്കുക. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, നമ്മുടെ ഉള്ളുകൊണ്ടായിരിക്കണം വിശ്വസിക്കേണ്ടതെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് ലഭിക്കുമോ? അതിൽ നിങ്ങൾക്കൊരു ഡ്രീം പ്രോജക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും 100-110% നിങ്ങൾക്ക് അത് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ലവേഴ്സിന്റെ കാർഡ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. 6 നമ്പർ ശുക്രന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഇത് പ്രപഞ്ചം നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഇമ്മച്യൂർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മാറിപ്പോകാതെ നിങ്ങൾ കുറച്ച് മെച്യൂർഡായി ചിന്തിക്കുകയും നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിലൂടെ നിങ്ങൾക്കും ഇതുപോലെ വീഡിയോ ചെയ്ത് വരുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.